Hello everyone, welcome back to Silent Learning. It's me Jamshad, you can call me JD. Diary entry. മിക്ക എക്സാം പേപ്പറിലും ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയറി എൻട്രി റൈറ്റിംഗ്. ഓക്കെ, അത് നമുക്ക് ഏത് ഡയറി വന്നു കഴിഞ്ഞാലും സെറ്റ് ആക്കാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലുള്ള ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ഗായ്സ്. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് അയച്ചു കൊടുത്തേക്ക്, അവരും പഠിക്കട്ടെ, അവർക്കും കിട്ടട്ടെ. 5 മാർക്കിനാണ് നമ്മൾ CBSE ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പൊ സെറ്റ് ആക്കിക്കോ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവും നോക്കിയല്ലോ. ഇതാണ് ക്വസ്റ്റ്യന്റെ ടൈപ്പ്. യു ആർ റിയ ഓർ രാഹുൽ. നിങ്ങൾ ഒന്നെങ്കിൽ റിയ ആണ് അല്ലെങ്കിൽ രാഹുലാണ് ആണല്ലോ. റൈറ്റ്, ഡയറി എൻട്രി എക്സ്പ്രസിങ് യുവർ ഫീലിംഗ്സ്. നിങ്ങളുടെ ഫീലിംഗ്സ് വെച്ചിട്ട് നിങ്ങളോട് ഒരു ഡയറി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അബൌട്ട് എ മെമ്മറബിൾ ഡേ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു ദിവസം. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ദിവസത്തെ പറ്റി നിങ്ങളോട് ഡയറി എഴുതാൻ പറയുകയാണ്. വെൻ യു അച്ചീവ്ഡ് സംതിങ് ആഫ്റ്റർ വർക്കിംഗ് ഹാർഡ് ഫോർ ഇറ്റ്. ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അച്ചീവ് ചെയ്ത്, വെറുതെ എന്തെങ്കിലും ആക്സിഡന്റ് ആയതെ പറ്റിയല്ല, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസത്തെ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റിനെ പറ്റിയിട്ട് നിങ്ങളോട് ഒരു ഡയറി എഴുതാൻ പറയുന്നു. 5 മാർക്കിനാണ് ചോദ്യം. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും എങ്ങനെ അത് ആൻസർ ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിന്റെ ഫോർമാറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫോർമാറ്റ് നമ്മൾ കീപ്പ് ചെയ്യാം. ഓക്കെ, അതിന് റെലവെന്റ് ഉണ്ട്, അതിനാണ് ഇമ്പോർട്ടൻസ്, അതിനാണ് കീ പോയിന്റ്സ്. ആ കീ പോയിന്റ്സ് ഉണ്ടെങ്കിൽ, അത് ആ ഒരു പോയിന്റ്സ് ഉണ്ടെങ്കിൽ, ആ ഒരു ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അതിന് മാർക്കുണ്ട്. പ്ലസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് പറഞ്ഞത് നോക്കിക്കോ. സംതിങ് ആഫ്റ്റർ വർക്കിംഗ് ഹാർഡ്. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്തു ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം, ഈ പോയിന്റ്സ് ആ ഒരു ഹാർഡ് വർക്കിന് ശേഷം കിട്ടിയ പോയിന്റ്സ് അങ്ങനെ ആയിരിക്കണം ആ ഡയറി. അതിനും ടീച്ചേഴ്സ് അവിടെ ശരിയിടും. ആ ഒരു സംഭവം അതിലുണ്ടെങ്കിൽ അതിന് മാർക്ക് കിട്ടുകയുള്ളൂ. അതിന്റെ ഫോർമാറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് 5 മാർക്ക് കിട്ടാൻ പോവാണ്. ഫോർമാറ്റ് ഇതാ പിടിച്ചോ. ഒരു ബോക്സ് വരയ്ക്കുക. ഓക്കെ, അവസാനം വരച്ചാൽ മതി. ഓക്കെ, ബോക്സ് വരയ്ക്കുക. സ്റ്റാർട്ടിങ്ങിൽ ഡേറ്റ് കൊടുക്കുക. ഓക്കെ, ഏതാണ് ഡേറ്റ്, ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക. പ്ലസ് ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങുക. എന്നിട്ട് എന്തൊക്കെയാ അതിൽ വേണ്ടത്? തോട്ട്സ്, ചിന്തകള്, ഫീലിങ്സ്, അനുഭവങ്ങൾ. അവരുടെ ഫീലിങ്സ് എന്തായിരിക്കും, ചിന്ത എന്തായിരിക്കും, അവരുടെ എക്സ്പീരിയൻസ് എന്തായിരിക്കും. അപ്പൊ ഇവിടെ പേഴ്സണൽ ആൻഡ് എക്സ്പ്രസീവ് ടോണിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മളെ തന്നെ പറ്റി പറയുന്ന സമയത്ത് ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കും. ഐ വാസ് റിയലി ഹാപ്പി. അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ വെച്ച് തുടങ്ങണം. ഐ വാസ് റിയലി ഹാപ്പി. I was really in a dilemma. I was really sad yesterday. That was my birthday. അങ്ങനെ മൈ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എന്ന് പറയാം. എന്റെ സംഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ 80 to 100 വേർഡ്സിലാണ് പൊതുവെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. മിക്കവാറും ഓൾമോസ്റ്റ് 80 വേർഡോ 50 വേർഡോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക 5 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ. അവസാനം ഒരു സൈനോ അല്ലെങ്കിൽ ഒരു പേരോ എന്തെങ്കിലും കൊടുത്താൽ അത് കംപ്ലീറ്റ് ആയി. പിന്നെ ഒരു ബോക്സ് വരച്ചാൽ ഡയറി സെറ്റായി. സപ്പോസ് ഇതിന്റെ ഒരു എക്സാമ്പിൾ, ഇതിന്റെ ഒരു ആൻസർ നമ്മൾ ചെയ്ത് നോക്കിയാലോ. റെഡിയാണല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പറഞ്ഞേ. ഈ ഫോർമാറ്റും ഇതിന്റെ ആൻസറും വെച്ചിട്ടുള്ളൊരു ഇതിന്റെ ഈ ഒരു കീ പോയിന്റ്സും വെച്ചിട്ടുള്ള ഒരു ആൻസറാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫോർമാറ്റ് കീപ്പ് ചെയ്യുക, പോയിന്റ്സ് കീപ്പ് ചെയ്യുക. പിടിച്ചോ ആൻസർ. 9th November 2025. Okay, dear diary, today was one of the happiest days of my life. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണ്. അല്ലെ, അച്ചീവ്മെന്റ്സ് ആണ് പറഞ്ഞത്, അച്ചീവ്ഡ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തതിനു ശേഷമാണ്. നോക്കാം. ഓക്കെ, and I won the first prize in the inter school speech competition after weeks of practice. ഈ സാധനം ഇവിടെ വേണം. after weeks of practice, ആഴ്ചകളുടെ പരിശ്രമത്തിന് ശേഷം എനിക്ക് ഇന്റർ സ്കൂൾ സ്പീച്ച് കോമ്പറ്റീഷനിൽ എനിക്ക് ഫസ്റ്റ് അടിച്ചു. ഞാൻ ഫസ്റ്റ് പ്രൈസ് ആയി ആഴ്ചകളുടെ പരിശീലനത്തിന് ശേഷം. അത് കാണലും ടീച്ചേഴ്സ് എന്ത് ചെയ്യോ ഒരു ശരി അവിടെ കൊടുക്കും. ഈ ഒരു ഡിയർ ഡയറിക്ക് ഒരു ശരി, ഈ ഒരു 9th നവംബറിന് ഒരു ശരി, ഈ ബോക്സിനൊരു ശരി, അവസാനം രാഹുലിന് എഴുതിയതിനൊരു ശരി. 5 മാർക്ക് കിട്ടിയോ? അങ്ങനെയാണ് നിങ്ങൾക്ക് വാല്യുവേഷൻ ചെയ്യുന്നുണ്ടാവുക. മൈ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് അപ്രീഷിയേറ്റഡ് മൈ എഫേർട്ട്. എൻ്റെ എഫേർട്ടിനെ എൻ്റെ ടീച്ചേഴ്സും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്തു. ആൻഡ് ഐ ഫെൽറ്റ് പ്രൗഡ് ആൻഡ് താങ്ക്ഫുൾ. എനിക്ക് നല്ല അഭിമാനം തോന്നി, ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആയി. ദിസ് സക്സസ് ഹാഡ് ടോട്ട് മീ ദാറ്റ് ഹാർഡ് വർക്ക് ഓൾവേസ് പേസ് ഓഫ്. ഈ ഒരു സക്സസ് എന്നെ പഠിപ്പിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ഓൾവേസ് പേസ് ഓഫ്. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നമുക്ക് എന്താക്കും, പ്രതിഫലം കിട്ടും. അതിൽ നിന്ന് അതിന്റെ ഫ്രൂട്ട്സ് നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. സോ ഇങ്ങനെ ഒരു പോയിന്റ്സും കോട്ട്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ that's gonna be the best diary
ever. Okay, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് വരുന്ന ധാരാളം വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് ഏതാണ് നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യും കേട്ടോ. അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു, അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് എന്താണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടത്? കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തപ്പോൾ അടിയിൽ കുട്ടികൾ പറഞ്ഞാണ് ഡയറി വേണം. അപ്പോൾ ഡയറി നമ്മൾ കൊടുത്തു. ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ട്, ആർട്ടിക്കിൾ നമുക്ക് ചെയ്യാം. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കാം, നമുക്കത് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ, സെറ്റാണോ, യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. ഇറ്റ്സ് മീ Jamshad, you can call me JD. Thank you. Let's see in another video with another session. Don't forget to subscribe and like the video. Thank you. Love you all.